ഹായ്, ഞാൻ ആഷിഖ് മാമു. മഷൂദിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആവശ്യാർത്ഥം ഓഫീസിൽ വന്നു. അങ്ങനെ ഞങ്ങളുടെ സാധാരണ രീതിയിലുള്ള സൈറ്റ് വിസിറ്റിങ്ങൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി നേരിട്ട് തന്നെ ഒന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യണം എന്നത് തോന്നി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ സൈറ്റിൽ ചെന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഒരു തറവാട് വീട്, അദ്ദേഹം പറഞ്ഞു ഈ തറവാട് വീട് പൊളിച്ചുകൊണ്ട് പണിയാമെന്നാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് അഥവാ കാലതാമസങ്ങൾ, പുതിയ വീട് നിർമ്മിക്കാൻ കാലതാമസങ്ങൾ വന്നാലോ എന്ന് കരുതിയാണ് ഞാൻ ഈ പിറകു വശത്ത് ഭൂമി കണ്ടെത്തിയത്. അതായത് ആ വീടിൻ്റെ നേരെ പിറകിൽ ഇച്ചിരി താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലത്താണ് വീട് അദ്ദേഹം പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടിയാണ് ആദ്യം മെഷർമെൻറ്റ് എടുത്തതും, ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ചെന്ന് മെഷർമെൻറ്റ് എടുത്തതും. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു ഭൂമി, ടോട്ടൽ ഭൂമി അദ്ദേഹത്തിൻ്റെതാണെന്നും അവിടെ വീട് വന്നാൽ ധാരാളം വെളിച്ചവും പോസിറ്റീവ് എനർജിയും ലഭിക്കുന്ന, കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം ആണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്ന സ്ഥലം ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. കാരണം എൻ്റെ ഈ അഭിപ്രായം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹവും ഭാര്യയും അതിന് ഇവിടെയാണ്, അതായത് അവർ കണ്ടെത്തിയ സ്ഥലമാണ് നല്ലത് എന്നുള്ള ഒരു രീതിയിൽ എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വൈകുന്നേരം വളരെ ഫ്രീ ആവുന്ന സമയത്ത്, അതായത് വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു 5 മണിക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടെ വളരെ ഫ്രീ ആയിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുക. അരമണിക്കൂർ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുക. എവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ മനസ്സംതൃപ്തി ലഭിക്കുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ വരാൻ പോകുന്ന വീടിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോരുന്നു. പക്ഷേ അന്ന് രാത്രി തന്നെ, ആ ദിവസം രാത്രി തന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞ സ്ഥലം തന്നെയാണ് സൂപ്പർ, അത് വേറെ ഒട്ടും ആലോചിക്കാനില്ല, അവിടെ തന്നെ ഡിസൈൻ ചെയ്തോ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തരികയാണ് ഉണ്ടായത്. ഈ വീട് ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണെങ്കിലും ഇവിടെ ന്യൂലി ഡെവലപ്ഡ് ഏരിയ ആണ്. അതായത് ഡെവലപ്പ് ചെയ്യാൻ, ഫ്യൂച്ചറിൽ അത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട് മാക്സിമം പിറകിലേക്ക് നിർത്തിക്കൊണ്ട് അവിടെ ആ ഒരു രാജകീയ സ്ഥാനം, അതായത് നമ്മൾ റോഡിൽ നിന്നും കുറച്ച് ഉയരത്തിലായ രാജകീയ പ്രൗഢിയോടുകൂടെ നിലനിൽക്കുന്ന രീതിയിലാണ് വീടിൻ്റെ കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. അത് കൂടാതെ തന്നെ ഫ്യൂച്ചറിൽ ഇവിടെ വലിയൊരു ഡെവലപ്മെൻറ്റൊക്കെ വരികയാണെങ്കിൽ വീട് മുഴുവനായും പൊളിച്ചു മാറ്റാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് വീട് ഈ പിറകിലോട്ട് മാറ്റിക്കൊണ്ട് അതിന് വളരെ ഒരു ആയാസം തോന്നാത്ത രീതിയിലുള്ള ഒരു സ്ലോപ്പ് കൊടുത്തുകൊണ്ടുള്ള റോഡും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. എന്നാൽ വീട്ടിൽ നിൽക്കുമ്പോഴും അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും മൈൻഡ് ഫ്രീ ആവുന്ന രീതിയിൽ വളരെ സന്തോഷകരമായ ഒരു മൂഡ് കിട്ടുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. ഈ അകത്തളം വളരെ ഫ്രീ ആയിട്ട്, അതൊരു ഓപ്പൺ ഹോളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരുപാട് റൂമുകൾ കൺജക്ഷൻ തോന്നാത്ത രീതിയിൽ, ഒരുപാട് ആവശ്യമില്ലാത്ത പാർട്ടീഷൻസ് ഇല്ലാതെ, അതായത് ഡൈനിങ് ഏരിയ, അതുപോലെ ലിവിങ് ഏരിയ, സ്റ്റെയർ കേസ്, ഓപ്പൺ കിച്ചൺ, ഇങ്ങനെ ഓരോന്നും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ ആ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വീടിനകത്താണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ഫീല്. നമുക്കൊരു വീടിനകത്ത് വേണ്ടത് പ്രൈവസി എന്ന് പറയുന്നത് ബെഡ്റൂമിലും ബാത്റൂമിലുമാണ് പ്രൈവസി വേണ്ടത്. മറ്റ് അനാവശ്യമായ പ്രൈവസികൾ കൊടുക്കാത്ത രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തത്.
ബെഡ്റൂമും ഹാളും കിച്ചണും ഇതൊക്കെ ചേർന്നതാണ് വീടെങ്കിലും വീടിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. കാരണം വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടിച്ചേരുവാനുള്ള സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അംഗം മാത്രമേ ഉള്ളുവാണെങ്കിലും അവർക്ക് എല്ലാ ഭാഗവും എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ, അതായത് മുകളിൽ നിന്ന് നോക്കിയാലും താഴെ നിന്ന് നോക്കിയാലും എല്ലാ ഭാഗവും കാണാൻ പറ്റുന്ന രീതിയിലാണ് വളരെ ഓപ്പണായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അത് നമുക്കറിയാം, സ്റ്റെയർ കേസിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഉള്ള സ്റ്റഡി ഏരിയ, അതല്ലെങ്കിൽ ഫോർമൽ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, ഓപ്പൺ കിച്ചൺ, ഇതൊക്കെ നമുക്ക് മുകൾ വശത്തു നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വീടിനകത്ത് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂവെങ്കിലും അവർക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാത്ത രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. വീടിനകത്ത് പോസിറ്റീവ് എനർജി ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയായുള്ള കാറ്റും വെളിച്ചവും വീടിനകത്ത് ലഭിക്കണം. അത് കണക്കിലെടുത്തുകൊണ്ട് ഈ വീടിനകത്തേക്ക് ധാരാളം വെളിച്ചം, പ്രകൃതിയായുള്ള വെളിച്ചവും അതുപോലെ കാറ്റും ലഭിക്കുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. മിസ്റ്റർ മഷൂദ് അദ്ദേഹം ആ ഡിസ്കഷൻ ടൈമിൽ തന്നെ വീട്ടിനകത്ത് ഒരു സ്റ്റഡി ഏരിയ കൂടെ വേണം എന്നുള്ളൊരു പ്രത്യേകം ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റിൽ ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അതിന് പ്രത്യേകം റൂമായിട്ട് വേണ്ട, നമുക്കത് സ്റ്റെയറിന് അടിഭാഗത്തായിട്ടോ മറ്റോ ബാലൻസ് വരുന്ന ഏരിയ നമുക്ക് കവർ ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഈ സ്റ്റെയർ കേസും അതിനോടനുബന്ധിച്ചുള്ള ഒരു സ്റ്റഡി ഏരിയ, അതുപോലെ തന്നെ സ്റ്റെയർ കേസ് കയറുമ്പോഴുള്ള ആ ഓപ്പണിങ് നമുക്ക് മാക്സിമം ലൈറ്റും അകത്തോട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു റിസോർട്ട് ആംബിയൻസ് കൂടെ കണക്കിലെടുത്ത് ചെയ്തതുകൊണ്ടാണ് ഈ ഡൈനിങ് ഏരിയ നമുക്ക് ഇത്രയും വലിയൊരു ഗ്ലാസ് ഓപ്പണിങ് കൊടുത്തുകൊണ്ട്, അതായത് നമുക്ക് പുറത്ത് നിന്ന് പുറം കാഴ്ച കണ്ടുകൊണ്ട് അതുപോലെ തന്നെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് കൂടെ ഈ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് അവിടെ രണ്ട് കിച്ചൺ, വർക്കിംഗ് കിച്ചണും ഓപ്പൺ കിച്ചണും കൂടെയാണ് ചേർന്നിട്ടുള്ളത്. പക്ഷേ ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത് ഫാമിലി ഡൈനിങ് അതുപോലെ തന്നെ മറ്റുള്ള കൂടിച്ചേരലും ഒക്കെ ഈ കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് ഈ അംഗങ്ങളുടെ കൂടിച്ചേരലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാമിലി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അതുപോലെ തന്നെ ഈ വൈറ്റ് തീം കൊടുത്തിരിക്കുന്നത് വീട്ടുകാരുടെ കൂടെ കോൺസെപ്റ്റ്, അവരുടെ ആഗ്രഹം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു വൈറ്റ് തീം ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് നമുക്കറിയാം മലബാറിലെ ഫുഡിൻ്റെ രീതി, ബിരിയാണിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വീടിനകം മുഴുവനും ചുറ്റിക്കറങ്ങി ഈ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒരു വർക്കിംഗ് കിച്ചണും കൂടെ കൊടുത്തുകൊണ്ട് ഹെവി ആയിട്ടുള്ള മാംസ്യങ്ങളോ കാര്യങ്ങളോ വറക്കുന്ന സമയം അതല്ലെങ്കിൽ മറ്റുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ, വീട്ടിൽ വന്ന അതിഥികൾക്കോ മറ്റോ ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിംഗ് കിച്ചൺ കൂടെ ഈ വീട്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിൽ മക്കൾ വലുതായി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മുകളിലത്തെ ഏരിയ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അവിടെ ഫർണിച്ചറുകളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ, എങ്കിലും അതിൻ്റെ ബാൽക്കണിയൊക്കെ 100% യൂസ്ഫുള്ളായി. അത് ആ ബാൽക്കണിയിലൊക്കെ നിൽക്കുന്ന ഒരു ഫീല് എന്ന് പറയുമ്പോൾ നമ്മൾ കടൽക്കരക്ക് നിൽക്കുന്ന ഒരു ഫീലാണ് ഈ ബാൽക്കണിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത്രയും ഒരു ഓപ്പണിങ്, അതായത് ദൂരെ കാഴ്ച ലഭിക്കുന്ന രീതിയിൽ അതിൻ്റെ ആ മാക്സിമം വ്യൂ ക്യാച്ച് ചെയ്തുകൊണ്ടാണ് ബാൽക്കണിയൊക്കെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്.
ബിൽഡിംഗ് ഫീൽഡിലോ ടെക്നിക്കൽ നോളേജുള്ള ആൾ ആയിരിക്കണം എന്നില്ല ഓരോ ക്ലയൻറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ നോളേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ സെലക്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ പിറകിൽ വലിയ എക്സ്പെൻസുകൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും സെലക്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന ചിലവുകളെക്കുറിച്ചും അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ക്ലയൻറ്റിനെ മനസ്സിലാക്കി കൊടുക്കും. അതിൻ്റെ ഓരോ പോയിൻറ്റിനെ കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പല ക്ലയൻറ്റും അവർ ചിന്തിച്ചത് തെറ്റാണെന്നുള്ള ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരതിൽ നിന്നും പിന്മാറുന്നത് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 100% ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഓഫീസിലെ അസോസിയേറ്റിനോടും ഒക്കെ ഞാൻ പറയുന്നത്, നമ്മൾ മാക്സിമം ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അവരുദ്ദേശിച്ചത് തെറ്റാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലുകളിലും മറ്റൊക്കെ കാണുമ്പോൾ അത് അവരുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടല്ലാതെ അതൊക്കെ വേണം എന്നുള്ള ആഗ്രഹം ഓരോ വ്യക്തികളെ സംബന്ധിച്ചും സാധാരണയാണ്, അവരാഗ്രഹിക്കും. പക്ഷേ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന് ഇന്ന ദൂഷ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ ഓരോ ക്ലയൻറ്റും അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അവർക്ക് അതുമല്ലെങ്കിൽ കാലാവസ്ഥ സംബന്ധിച്ചുള്ള പോരായ്മകൾ പലപ്പോഴും വരാം. കാരണം നമ്മളൊരു വീട് ചെയ്തിടുന്നതല്ല, ഓരോ വർഷവും ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് റീപെയിൻറ്റിങ് കാര്യങ്ങൾ ഇതൊക്കെ പലപ്പോഴും നടന്നു വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി കൊടുത്താൽ അവർ കണ്ടെത്തിയത് തെറ്റാണെങ്കിൽ അതിൽ നിന്നും പിന്മാറും. അതാണ് സാധാരണ ഞങ്ങൾ മരിയ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.